എം ടി വാസുദേവൻ നായരുമായിട്ട് എനിക്കൊരു 6 പതിറ്റാണ്ട് കാലത്തെ അടുത്ത ബന്ധമുണ്ടെന്ന് പറയാം. കാരണം എൻ്റെ ആദ്യത്തെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 67 വരുന്നത്, 67 ജൂണിൽ. അപ്പം അന്ന് സാഹിത്യം എന്താണെന്ന് വായനക്കാരൻ നല്ല രീതിയിൽ അപ്പുറം യാതൊരു പിടിയില്ലാതെ, ഗുരുക്കളില്ലാതിരുന്നൊക്കെ ഒരു കാലത്ത്, എഴുതിയത് ഒരാളെ കാണിക്കാൻ ധൈര്യമില്ലാതിരുന്ന കാലത്ത് ഡൽഹിയിൽ നിന്നിട്ട് ചുമ്മാ ഒരു കഥ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ എഴുതി മാതൃഭൂമിക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അന്ന് ആകെ 2 പബ്ലിക്കേഷനേ ഉള്ളൂ, 2 or 3 പബ്ലിക്കേഷൻ. മാതൃഭൂമിയിൽ വരിക എന്നുള്ളതാണ് എഴുത്തുകാരെ സംബന്ധിച്ചോളം ഒരു നമുക്ക് ആത്യന്തികമായ അംഗീകാരം. അപ്പം മാതൃഭൂമിക്ക് ഇത് അയച്ചു കൊടുക്കുമ്പോൾ അവരെ ചവിറ്റോട്ടേ പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കവറൊന്നും ഉള്ളിൽ വച്ചില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ എം ടിയുടെ മറുപടി കിട്ടി, ഇത് ഞങ്ങൾ നന്നായിട്ടുണ്ട്, ഞങ്ങൾ മാറ്റി വച്ചിരിക്കുന്നു. പിന്നെ എത്രയോ കഥകൾ, എത്രയോ നോവലുകൾ, എൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നോവലുകളും, പാണ്ഡവരായാലും നിയോഗമായാലും കൈമുദ്രകളായാലും പല നോവലുകളും വന്നിരിക്കുന്ന എം ടിയുടെ കൈ കൂടെയാണ്. അതൊരു വലിയൊരു മഹാഭാഗ്യം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ഇപ്പം എനിക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് ഇവിടെ വരും, ആ ട്രെയിൽ നിറയെ കഥകൾ, നോവലുകൾ, നോവലുകളാണ്. അപ്പം ഞാൻ ആദ്യത്തെ ഒരു 3 പാരഗ്രാഫ് വായിക്കും. അത് കഴിഞ്ഞാൽ 4ാമത്തെ പാരഗ്രാഫിലേക്ക് കൊണ്ടുപോകേണ്ടത് എഴുത്തുകാരൻ്റെ ചുമതലയാണ് എന്നുള്ള വളരെ വ്യക്തമായ നിഷ്കർഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ 4ാമത്തെ പാരഗ്രാഫ് വരെ എത്തിച്ചവരാണ് അക്കാലത്തെ 60കളിലെ ഒരു 10-12 എഴുത്തുകാർ. ഇപ്പോൾ കാക്കനാടനായാലും മോഹനനായാലും സക്കറിയായാലും എം പി നാരായണപിള്ളയായാലും പുനത്തിൽ അല്ലെങ്കിൽ പത്മരാജൻ, ഞങ്ങളുടെ ആ തലമുറ. പക്ഷെ അതിന് എം ടി തന്ന കൈത്താങ്ങ്, അപ്പം അദ്ദേഹം ഇങ്ങനെ എഴുതണം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതരുത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രം എന്നോടും കുഞ്ഞബ്ദുള്ളോടും പറഞ്ഞു, ഇപ്പം നിങ്ങൾക്കൊക്കെ പ്രശസ്തിയുണ്ട്, നിങ്ങൾ എന്ത് അയച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ പ്രസിദ്ധീകരിച്ചു എന്ന് വരും, പക്ഷേ ഇതിനെ സ്വയം വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങളെക്കാൾ നല്ല വിവരമുള്ള വായനക്കാരൻ അപ്പുറമുണ്ട് എന്ന് തിരിച്ചറിയണം എന്ന് എം ടി പറഞ്ഞു. അതൊരു വലിയ വാചകമായിരുന്നു. അതായത് എം ടി എൻ്റെ ഒരു കഥയും തിരിച്ചയച്ചിട്ടില്ല, പക്ഷേ ഞാൻ സ്വയം പല കഥകളും അദ്ദേഹത്തിന് അയക്കാൻ മടിച്ചു. കാരണം വിലയിരുത്തൽ ആദ്യം നടത്തേണ്ടത് എഴുത്തുകാരനാണെന്ന് വ്യക്തമായിട്ട് പറയുകയായിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അദ്ദേഹം ലോകസാഹിത്യം നന്നായിട്ട് വായിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടമുള്ള പരിസരത്തിനെ പറ്റിയിട്ടാണ്. പരിചിതമായ കഥാപാത്രങ്ങൾ, പരിചിതമായ അനുഭവങ്ങൾ, അങ്ങനെ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ടെങ്കിലും ആ ഷെർലാക്ക് എന്നുള്ള കഥ ഒഴിച്ച് അദ്ദേഹം അങ്ങനെ വിദേശത്തെ വലിയ കഥകളൊന്നും എഴുതിയിട്ടില്ല. അതൊരു വലിയ നേട്ടമാണ്. നിളയാണ് എൻ്റെ തട്ടകം, കൂടല്ലൂരാണ് എൻ്റെ നാട് എന്നൊക്കെയുള്ള ഒരു വിശ്വാസം, സ്വന്തം നിലപാട് തറകളെ പറ്റി വ്യക്തമായ ഉറപ്പുള്ള ആളായിരുന്നു. എന്തായാലും എം ടി വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ അടുപ്പമായിരുന്നു. 6 പതിറ്റാണ്ട് കാലത്തെ അടുപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ അടുപ്പമൊന്നുമല്ല. എൻ്റെ 2 മക്കളുടെ കല്യാണത്തിന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളുടെ വിവാഹത്തിന് എന്നെ ക്ഷണിക്കണം, എവിടെയാണെങ്കിലും തിരക്കുണ്ടെങ്കിൽ ഞാൻ വരും. അതുപോലെ തന്നെ 2 കല്യാണത്തിന് അദ്ദേഹം വന്നു, കാരണവരെ പോലെ അനുഗ്രഹിച്ചു വിട്ടു. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പലവണ്ണം പോയിട്ടുണ്ട്. കുടുംബമായിട്ട് നല്ല ബന്ധമായിരുന്നു. മൂത്ത മകൾ സിതാരയായിട്ടും പിന്നീടുള്ള സരസ്വതി ടീച്ചറായാലും അശ്വതി ആയാലും എന്തായാലും വലിയൊരു ബന്ധമാണ്. എം ടിയുടെ വേർപാടിൽ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, എഴുത്തുകാരനുള്ള രീതിയിലൊക്കെ അപ്രസക്തമാണ്. വ്യക്തിപരമായിട്ട് എനിക്കതൊരു വലിയ നഷ്ടമാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.